എല്ലാവർക്കും നമ്മുടെ ജെയ്ക്ക് മാംഗ എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞത് ഹീറോറാമൻ തൻ്റെ ലിമിറ്റിലെത്തി. തനിക്ക് ഇനി അതിന് സ്ട്രെങ്ത് ഒന്നും ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് കൂടി ഈ ഒരു സുക്കുണിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി തൻ്റെ എല്ലാ സ്ട്രെങ്ത്തും ഉപയോഗിച്ച് ആൾ വീണ്ടും ഒരു എക്സിക്യൂഷൻ ബ്ലേഡിനെ വീണ്ടും ആ ഒരു പഴയ ഫോമിൽ എത്തിക്കുകയാണ്. അതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിലായിട്ട് പറയുന്നത്. ഈ ഒരു വീഡിയോ തുടങ്ങുന്ന മുമ്പേ നമ്മുടെ മുമ്പത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ലിങ്കൊക്കെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കും. കമ്മിങ് ടു അവർ ന്യൂ ചാപ്റ്റർ, നമ്മുടെ ഹീറോമിനെ ഒരു ചാലഞ്ച് പോയി വിളിക്കാൻ നമ്മുടെ സുക്കുണ, അതായത് കാരണം ആൾ തൻ്റെ എല്ലാ സ്ട്രെങ്ത്തും ഉപയോഗിച്ചിട്ട് വീണ്ടും ഈ ഒരു എക്സിക്യൂഷൻ സോഡിനെ ലൈഫ് കൊടുത്തല്ലോ. അത് കണ്ട് നമ്മുടെ ഹീറോമിനെ ഒരു ഒപ്പോണൻ്റായിട്ട് നമ്മുടെ സുക്കുണ ചൂസ് ചെയ്യണം. നമ്മുടെ ഹീറോമിൻ്റെ ബാക്കപ്പായിട്ട് നമ്മുടെ യൂജി ഉണ്ട്. പക്ഷേ നമ്മുടെ യൂജിക്കും അതുപോലെ തന്നെ ഹീറോമിനും നമ്മുടെ സുക്കുണിനെയും മര്യാദയ്ക്കൊന്നും ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ യൂജിനെ കണ്ടിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സുക്കുണ പറയുന്നുണ്ട്, നിൻ്റെ ആ ബോഡി എനിക്കിപ്പോൾ എന്താ പറയുക തീരെ താല്പര്യം ഇൻട്രസ്റ്റേ ഇല്ല പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നീ നിൻ്റെ ഫേസ് തന്നെ ആ ഒരു മിററിൽ നോക്ക്, എത്ര ബോറിംഗ് ആണ് പറഞ്ഞിട്ട് അവന് ഒരുമാതിരി ടീസ് ചെയ്ത് സംസാരിക്കാൻ നമ്മുടെ സുക്കുണ. ഇപ്പം നമ്മുടെ സുക്കുണയായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ ഹീറോമ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു എക്സിക്യൂഷൻ സോഡ് ആളിനെ എങ്ങനെയെങ്കിലും ആളിനെ കുത്തിക്കയറ്റാമെന്ന് നമ്മുടെ ഹീറോമ നോക്കിയെങ്കിലും നമ്മുടെ സുക്കുണ എന്ത് ചെയ്യുക, ജസ്റ്റ് മാറിയിട്ട് ഈ ഒരു ഡിസ്മാൻഡിൽ തന്നെ നമ്മുടെ ഈ ഒരു ഹീറോമയ്ക്ക് നേരെ യൂസ് ചെയ്യണം. ഈ ഡിസ്മാൻഡിൽ ആളുടെ റൈറ്റ് ഹാൻഡ് തന്നെ ഫുള്ളായി പോവുകയാണ്. ഈ ഒരു പാനൽ നമുക്ക് നന്നായി എടുത്ത് കാണിക്കുന്നത് ആൾക്ക് നല്ല അതിന് പെയിൻ ഉണ്ട്, നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സുക്കുണിയും പറയണ്ടേ, നിനക്ക് ഈ റിവേഴ്സ് കാര്യങ്ങളില്ലയെന്ന് എനിക്കറിയാം. നീ ഇപ്പം തന്നെ ഡിഫീറ്റായി പറഞ്ഞ് സമ്മതിച്ചോ, അല്ലെങ്കിൽ നിൻ്റെ അടുത്തതായി നിൻ്റെ തലയൊക്കെ നീ എടുക്കുക പറഞ്ഞിട്ട് നമ്മുടെ സുക്കുണിയും പറയണ്ടേ. താൻ ഇനി എന്ത് ചെയ്യും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോമ ചിന്തിക്കുമ്പോഴാണ് യൂജിയോട് പറഞ്ഞ് ഈ ഒരു കാര്യം ഓർമ്മ വരിക, ഞാൻ എന്നാലും മരിക്കേണ്ട ഒരാൾ തന്നെയാണ്. ഈ ഒരു ഫൈറ്റിൽ തന്നെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കും സന്തോഷം പറഞ്ഞിട്ട് യൂജിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യം കാണിക്കുമ്പോൾ തന്നെയായിരിക്കും നമ്മുടെ ഈ ചോസോ കുറച്ച് ഡിസ്റ്റൻ്റായിട്ട് നമ്മുടെ സുക്കുണിക്ക് നേരെ ഒരു PS ബ്ലേഡ് യൂസ് ചെയ്യുക. ആസ് യൂഷ്വൽ ആ ഒരു അറ്റാക്കൊന്നും വലിയ കാര്യമായിട്ട് നമ്മുടെ സുക്കുണിക്ക് മേലെ ഏൽക്കുന്നില്ല. ബട്ട് ആ ഒരു ചെറിയ ടൈം ഓഫ് നമ്മുടെ സുക്കുണ ഡിസ്ട്രാക്ട് ആയ ടൈമിൽ നമ്മുടെ ഹീറോമ ബാക്കിൽ പോയിട്ട് എന്ത് ചെയ്യുക പറഞ്ഞാൽ, അതായത് നമ്മുടെ ഹീറോമിൻ്റെ റൈറ്റാണല്ലോ പോയത്. ആളെന്ത് ചെയ്യുക, ലെഫ്റ്റിലുള്ള എല്ലാ ഫ്ലഷും റൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഒരു എക്സിക്യൂഷൻ ബ്ലേഡ് വെച്ച് നമ്മുടെ സുക്കുണിനെ കുത്താണ്. ബട്ട് ആളിനെ കുത്തിയെന്ന് വിചാരിക്കും, പക്ഷേ ആ ഒരു അറ്റാക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മുടെ സുക്കുണെ തടയാണ്. ആ ഒരു കൈ കുത്തി പേഴ്സിങ് ആയിട്ട് അപ്പുറത്തെ സൈഡെത്തി. ഈ ബ്ലോക്ക് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. നമ്മുടെ ഹീറോമിൻ്റെ കാര്യത്തിൽ തീരുമാനമായി അവനെ പന്നിക്കിടാനാണ് നമ്മുടെ സുക്കുണ. ബട്ട് നമ്മുടെ സുക്കുണിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ നമ്മുടെ യൂജി ഉണ്ട്. നമ്മുടെ ഹീറോം എന്ത് ചെയ്യണം, തന്നെ ലാസ്റ്റ് ഈ ഒരു റിമൈനിങ് ലൈഫിൽ ആ ഒരു എക്സിക്യൂഷൻ സോഡ് നമ്മുടെ യൂജിക്ക് കൈമാറാണ് നമ്മുടെ സുക്കുണിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു കാര്യം നമ്മുടെ യൂജിക്ക് ഓർമ്മ വരുന്നു പറഞ്ഞാൽ നമ്മുടെ നനാമിൻ്റെയാണ്. ആ ഹീറോമിൻ്റെ ആ ലാസ്റ്റ് ആ മൊമെൻറ്റ്സ് യൂജിക്കും മാസ് ഇപ്പോൾ വാടാ പറഞ്ഞിട്ട് നമ്മളെ ആ ഒരു എക്സിക്യൂഷൻ സോഡ് തന്നെ എടുത്ത് നമ്മുടെ സുക്കുനെ കുത്തി ഇറക്കണം നമ്മുടെ യൂജി. പക്ഷേ ബാഡ് ലക്ക് എന്ന് പറയാലോ, ആ ഒരു എക്സിക്യൂഷൻ സോഡ് തന്നെ ഇല്ലാതായി പോയിക്കാണ് നമ്മുടെ യൂജിൻ്റെ കയ്യിൽ കിട്ടിയ വശം. ദാറ്റ് മീൻസ് നമ്മുടെ ഹീറോമ ഈസ് ഡെഡ്. ഇപ്പോൾ നമ്മുടെ സുക്കുണി അതുപോലെ തന്നെ നമ്മുടെ യൂജിയായിട്ട് ഫൈറ്റ് എത്താണ്. ഒരു ഫൈറ്റിൽ ഒരു ഡിസ്മാൻഡിൽ പോലത്തെ കാര്യം ചെറിയൊരു സ്ലൈസ് നമ്മുടെ യൂജിക്കെതിരെ നമ്മുടെ സുക്കുണ ഉപയോഗിക്കുകയാണ്. ബട്ട് നമ്മുടെ സുക്കുണിക്ക് ഇതിനെ കൂടുതൽ സർപ്രൈസ് ആക്കിയ മറ്റൊരു കാര്യം പറഞ്ഞാൽ ആളുടെ കയ്യിലുള്ള ആ ഒരു ടോയ് പോയിട്ട് കൂടി, മറ്റേ കമുകന് ആ സാധനമില്ലേ, അത് പോയിട്ട് കൂടി നല്ലൊരു അറ്റാക്ക് തന്നെയാണ് നമ്മുടെ ഈ ഒരു യൂജിക്ക് കൊടുത്തത്. ആളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റൊമക്കൊക്കെ പൊട്ടിയിട്ട് അതിൽ കൂടെ ബ്ലഡ് വന്ന ആൾ വയ്യേണ്ട ചാണ്ടതാണ്. ബട്ട് നമ്മുടെ യൂജി അപ്പോഴേക്കും ഈ ഒരു റിവേഴ്സ് കേഴ്സിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് നമ്മുടെ സുക്കുണ സർപ്രൈസ് ആയി പോവുകയാണ്. അതുമാത്രമല്ല, പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഹീറോമിൻ്റെ ബോഡി നമ്മുടെ യുഇയിലെ യുഇ നമ്മുടെ മീമേൻ്റെ ആ ഇൻസെറ്റ് പയ്യൻ അവൻ എന്താ പറഞ്ഞാൽ അവൻ തന്നെ ഈ ഒരു ടെലിപ്പോർട്ടേഷൻ ടെക്നിക്ക് കൊണ്ടിട്ട് നമ്മുടെ ഹീറോമിൻ്റെ ബോഡി ഇപ്പോൾ അവൻ മാറ്റിക്കുകയാണ്, ടെലിപ്പോർട്ട് ചെയ്ത് മാറ്റിക്കുകയാണ്. ഇപ്പം നമ്മുടെ സുക്കുണിക്ക് മനസ്സിലായി എങ്ങനെ ഈ ഗോജോൻ്റെ ബോഡി അവിടെ നിന്ന് ഡിസപ്പിയർ ചെയ്തതും കാര്യം മനസ്സിലായി പറഞ്ഞിട്ട് നമ്മുടെ സുക്കുണി ചിന്തിക്കുകയാണ്. അതുമാത്രമല്ല, പിന്നെ നമ്മുടെ സുക്കുണിക്ക് മറ്റൊരു കാര്യം കൂടി മിന്നി, അതായത് ഇപ്പോൾ ഈ ഒരു ബോഡി നേരെ എത്തിക്കുന്നത് നമ്മുടെ ഷോക്കുവിൻ്റെ കയ്യിലേക്ക്. കാരണം നമ്മുടെ യൂജിൻ്റെ ബോഡിയിൽ നിന്ന് നമ്മുടെ സുക്കുണ കുറേ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഈ ഒരു ഷോക്കുവിൻ്റെ കയ്യിൽ ഈ ബോഡി കിട്ടിയിട്ടും കാര്യമില്ല. കാരണം നമ്മൾ എത്ര റിവേഴ്സിൽ ബ്രില്യൻ്റ് ആണെങ്കിൽ കൂടി ആ ഒരു ഗോജോൻ്റെ ഈ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഗോജോ എന്നാലും തിരിച്ചു വരില്ല എന്ന് നമ്മുടെ സുക്കുണിക്ക് അറിയാം. ബട്ട് അത് മാത്രമല്ല, നമ്മളെ സുക്കുണെ കൂടുതൽ സർപ്രൈസ് ആക്കുന്നു പറഞ്ഞാൽ ഇവൻ ഈ 1 മാസം ഗ്യാപ്പ് കൊണ്ട് നമ്മുടെ യൂജി റിവേഴ്സ് വരെ പഠിച്ചിരിക്കുന്നു. ഇപ്പം നമ്മുടെ സുക്കുണ ഇറിറ്റേറ്റ് ആയിട്ട് ഇരിക്കുന്നത്, കാരണം ഇത്രയും വേസ്റ്റായി കണക്കാക്കുന്ന ഈ 4 പേരെ കേസ് ടെക്നിക്കും കേസ് എനർജിയും കാര്യം അതുമാത്രമല്ല റിവേഴ്സ് വരെ ഇപ്പോൾ ഡെവലപ്പ് ആയി എടുത്തു. ആൾക്ക് ഒരുമാതിരി ഒരു ഇറിറ്റേഷൻ ഫീലിംഗാണ് ഉള്ളത്. ഇപ്പം നമ്മുടെ സുക്കുണിൻ്റെ മൈൻഡിൽ ഓരോ തോട്ട്സ് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്രയും കൊന്ന സോഴ്സസിനെ
1000 രൂപ എന്തോ ഒരു ഫീല് തനിക്കിപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഒരു 1000 വർഷം മുമ്പുള്ള സോഴ്സേഴ്സ് ഒരുപാട് പേര് എന്നെ ചാലഞ്ച് ചെയ്തു. അവർക്കെല്ലാം ഒരേ അവസ്ഥ, മരണം. ഇപ്പം നമ്മുടെ സുക്കുണ നമ്മുടെ യൂജിനെ പറ്റി ആലോചിക്കണം. കാരണം ഇത്രയും പേര് ഞാൻ ഡിഫീറ്റ് ചെയ്തില്ല, ഇവൻ മാത്രം ഇവൻ്റെ സോൾ എത്ര ബ്രേക്ക് ചെയ്തു. കാരണം നമ്മുടെ ഷിബുയിലൊക്കെ കണ്ടാണല്ലോ ഇത്രയും ബ്രേക്ക് ചെയ്തിട്ട് ഇവൻ വീണ്ടും തിരിച്ചു വന്നു. സോ ഇപ്പോൾ അവനെ നിൻ്റെ ഐഡിയയിലെല്ലാം നശിപ്പിച്ച് ഓരോ പീസ് ആക്കാൻ പോകുന്ന യൂജി പറഞ്ഞിട്ട് അവനെ ചാലഞ്ച് ചെയ്യണം. അവനൊരു ഒപ്പോണ്ടായി കാണാണ് നമ്മുടെ സുക്കുണ. സോ ഒരു മെയിൻ ഇപ്പം നടക്കാൻ പോകും പറഞ്ഞിട്ട് ടൈമിലേക്കും നമ്മുടെ കൊഗാന എണീച്ച് വന്നിട്ട് പുതിയ റൂൾ തന്നെ ആഡ് ചെയ്തു പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പുതിയ റൂൾ പ്രകാരം നമ്മുടെ ടെങ്കനും ഹ്യൂമൻസ് ആയിട്ടുള്ള മെർജിങ് ഉള്ള മെയിൻ ആക്സസ് ഇപ്പോൾ മെഗുമി ഫുഷിഗുറോനും കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള റൂളാണ്. സോ നമ്മുടെ കെഞ്ചാക്കുന് ഈ റൂൾ ആഡ് ചെയ്ത്, സോ ആ ഒരു കെഞ്ചാക്കുൻ്റെ ആക്സസിലുള്ള ആ ഇൻഷുറൻസ് സാധനം, ചെറിയൊരു ബോംബ് പോലൊരു സാധനം ഇപ്പം നമ്മുടെ സുക്കുണ കൺസ്യൂം ചെയ്യണം. സോ ഇപ്പോൾ നമ്മുടെ സുക്കുണിക്ക് വിചാരിച്ച് എപ്പോൾ വേണമെങ്കിൽ ഈ ഒരു മെർജിങ് നടത്താം. സോ നമ്മുടെ കുസഗാവയ്ക്ക് കാര്യം മനസ്സിലായി. നമ്മുടെ യൂട്ട അതിൽ സക്സസ് ആയി കെഞ്ചാക്കുനെ കൊല്ലുന്ന കാര്യം. അതുമാത്രമല്ല നമ്മുടെ കെഞ്ചാക്കുനെ പോലെ അത്ര തെണ്ടിയൊന്നുമല്ല നമ്മുടെ സുക്കുണ. അവൻ്റെ കാര്യം നോക്കിയിട്ടേ ഉള്ളൂ, വേറെ മെർജിങ്ങിനും കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാവരും കൊല്ലണം പറഞ്ഞിട്ട്. സോ നമ്മളിപ്പോൾ സുക്കുണ പറയാൻ ഇനി എല്ലാത്തിനും ഞാൻ കൊല്ലൂടാ, കള്ളിങ് ഗെയിമിൽ പങ്കെടുത്തുള്ള എല്ലാത്തിനും ഇഞ്ചായി ഞാൻ കൊല്ലൂടാ പറഞ്ഞിട്ട് നമ്മുടെ സുക്കുണ പറയണം. അപ്പോഴായിരിക്കും ആ ബിൽഡിംഗ് ഒക്കെ പൊളിച്ചിട്ട് നമ്മുടെ ഒക്കുഡ്സ് വരാം. യൂട്ട ഒക്കുഡ്സ് നമ്മുടെ ആശ നേരെ ലാൻഡ് ചെയ്ത് വിടും. അപ്പം തന്നെ ഒരു പിസ്കുമായിട്ട് സോഡ് വെച്ചിട്ട് നമ്മളെ സുക്കുണ അറ്റാക്ക് ചെയ്യാണ്. അപ്പം നമ്മുടെ സുക്കുണ പറയണ്ടേ, ഒക്കുഡ്സ് നീ വൺസ് ഈ ബാറ്റ് ഫീൽഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നീ എന്നെ കൊല്ലണം. അഥവാ നീ എന്നെ കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ നീ സ്നേഹിക്കുന്ന എല്ലാത്തിനും ഞാൻ കൊന്നു കളയുമായിട്ട് നമ്മുടെ സുക്കുണയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടൈമിലേക്ക് നമ്മുടെ റിക്കനെ നമ്മുടെ യൂട്ട ഇറക്കി വിടാം. എത്ര ധൈര്യം ഉണ്ടാകാൻ നീ അവനോട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ട് നമ്മുടെ ക്യൂൻ നമ്മുടെ റിക്ക നേരെ നമ്മുടെ സുക്കുണിയും പിടിക്കുകയാണ്. ഇസ് നൗ ദ ക്യൂൻ വേഴ്സസ് ദ കിങ് ഓഫ് കേഴ്സസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെ വെച്ചിട്ട് നിർത്താണ്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ അതുവരെ നമ്മൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. മുമ്പത്തെ വീഡിയോസ് എല്ലാത്തിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. സോ അത് നോക്കിയിട്ട് ഓരോ വീഡിയോസായി കാണാൻ ശ്രമിക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.